തലസ്ഥാനത്ത് സീരിയൽ പ്രവർത്തകരെ ആക്രമിച്ച പ്രതികളിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബുധനാഴ്ച കാട്ടാക്കട പരിസരത്ത് വെച്ചായിരുന്നു സംഭവം. പ്രദേശവാസികളായ ഐദുത്ത്, ഷമീർ എന്നിവരാണ് അറസ്റ്റിലായത്. രാത്രി 10 മണിയോടെ കാട്ടാക്കടയിൽ സ്വകാര്യ ബാറിന് സമീപത്തെ റോഡരികിലെ തട്ടുകടയുടെ മുന്നിൽ ഷൂട്ടിംഗ് നടത്തിവരികയായിരുന്നു പ്രവർത്തകർ. ഇതേസമയം ഇവിടെ എത്തിയ പ്രതികൾ അസഭ്യം വിളിക്കുകയും ഷൂട്ടിംഗ് നടത്താൻ ആരാണ് അനുമതി തന്നത് എന്ന് ചോദിക്കുകയും ചെയ്തു. തുടർന്ന് സീരിയൽ സംഘം ഇവിടെ നിന്ന് ഷൂട്ടിംഗ് മതിയാക്കി 4 കാറുകളിലായി തിരികെ മടങ്ങി. എന്നാൽ ബുള്ളറ്റിൽ പിന്തുടർന്നെത്തിയ പ്രതികൾ കാറുകൾ തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയായിരുന്നു. പ്രതികൾ റോഡിൽ കിടന്ന കല്ലുകൊണ്ട് സീരിയൽ പ്രവർത്തകരായ ചന്തുവിനെയും ബിജുവിനെയും ഇടിച്ചു. മർദ്ദനം ഏറ്റവരെ ആശുപത്രിയിൽ കൊണ്ടുപോയ ആംബുലൻസിന്റെ ഗ്ലാസും ഇവർ അടിച്ചു തകർത്തു. ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് വെച്ച് നടന്ന സംഭവമാണ്. അതിൻ്റെ വൈരാഗ്യത്തിൽ കാട്ടാക്കട പോലീസിനെ അറിയിച്ച് പോലീസ് വന്ന് അതിൽ പരിക്ക് പറ്റിയവരെ നമ്മളെ ആംബുലൻസിൽ കിളിയിലെ നെയർ മെഡിസിറ്റി ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ കിടന്ന ആംബുലൻസിൽ അവരെ സുരക്ഷിതമായിട്ട് അവരെ വീട്ടിലാണ്, അവർ ഹോസ്പിറ്റലാണെങ്കിൽ അത് പറയുന്നിടത്ത് കൊണ്ടാക്കാൻ പറഞ്ഞ് നമ്മൾ ആംബുലൻസിൽ കൊണ്ടുപോയായിരുന്നു. അതിൻ്റെ വൈരാഗ്യത്തിൽ നമ്മളെ മലയൻകീഴ് മണിയറോള ഹോസ്പിറ്റലിൻ്റെ അടുത്ത് കിടക്കുന്ന ബ്രാഞ്ചിൽ പ്രവർത്തിക്കുന്നതായ മാരുതി ഒമിനിയുടെ സൈഡ് ഗ്ലാസ് അടിച്ച് പൊട്ടിക്കാനുള്ള സാഹചര്യമാണ് ഉണ്ടായത്. അല്ലാതെ വേറെ വൈരാഗ്യങ്ങളൊന്നും നമുക്ക് പറയത്തക്ക വേറെ ഒന്നുമില്ല. ആ സംഭവത്തിൻ്റെ വൈരാഗ്യത്തിലാണ് മണിയറോള ഹോസ്പിറ്റലിൻ്റെ അടുത്ത് കിടന്ന അവിടെ സർവീസ് നടത്തുന്ന ആംബുലൻസിൻ്റെ ഗ്ലാസ് അവർ അടിച്ച് പൊട്ടിച്ചായിരുന്നു. ഇതിന് ഒരു ന്യായമായ നമുക്ക് നീതി കിട്ടണമെന്ന് അറിയിക്കുന്നു. സീരിയൽ പ്രവർത്തകരുടെ പരിക്ക് ഗുരുതരമായതിനാൽ ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പരാതിക്കാരൻ്റെ മൊബൈൽ ഫോണും 40,000 രൂപയും നഷ്ടമായി. 5 പേർ അടങ്ങിയ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ഇവർ പോലീസിന് മൊഴി നൽകി. നിലവിൽ 2 പേരാണ് പിടിയിലായത്. ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സീ മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.